അവിടെ നിരോധനാജ്ഞയാണ്, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലേക്കടക്കം വിദ്യാർത്ഥികളെ എത്തിക്കുന്നത് പ്രത്യേക വാഹനമൊക്കെ ഒരുക്കിയാണ്. ഒരു വലിയൊരു ഭീതി, ഒരാശങ്ക അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും. കഴിഞ്ഞ 2 ദിവസവും നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധം. ഇന്നലെ DFI അടക്കം തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു അനീസ. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് കടുവയെ കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണം എന്നതായിരുന്നു. വീണ്ടും ഒരു ആക്രമണം ഉണ്ടായ സ്ഥിതിക്ക് ഇനി കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലാൻ തന്നെ ആയിരിക്കുമോ നീക്കങ്ങൾ? തീർച്ചയായും ഇനി അതിന് മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം ഒരു മനുഷ്യന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് അതിന് കാത്തു നിൽക്കേണ്ടതില്ല. അവർക്ക് വളരെ സ്പോണ്ടേനിയസ് ആയി ഉണ്ടാവുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സ്വയം ജീവരക്ഷാർത്ഥം അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കടുവയെ വെടിവെച്ച് കൊല്ലാവുന്നതാണ്. അത് നേരത്തെ തന്നെ SOP പ്രകാരം തന്നെയും അത് അനുവദനീയമാണ്. നേരത്തെ കൂട് വെക്കുകയും ക്യാമറ വെക്കുകയും ഒക്കെ ചെയ്ത് അതിലൊന്നും പിടികൂടാൻ കഴിയുന്നില്ല എന്ന് വരുന്നൊരു ഘട്ടത്തിൽ മാത്രമാണ് കടുവയെ വെടിവെച്ച് കൊല്ലാൻ അനുവാദം ഉണ്ടാവാറുള്ളത്. പക്ഷെ അതേസമയം ഈ ഒരു കാര്യത്തിൽ കടുവ മനുഷ്യനെ ആക്രമിക്കുകയാണ് എങ്കിൽ ഇത്തരം നിബന്ധനകൾ, ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല. ഈ കടുവ ക്യാമറ വെക്കുകയോ കൂട് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു മനുഷ്യന് നേരെ പെട്ടെന്ന് കടുവയുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് മറ്റൊന്നും പരിഗണിക്കേണ്ടതില്ലാതെ ആ കടുവയെ വെടിവെച്ച് കൊല്ലാൻ അനുവാദം SOP പ്രകാരം തന്നെ അനുവാദമുണ്ട്. നേരത്തെ തന്നെ അത്തരം അനുവാദമുണ്ട്. ഇപ്പോൾ ഇത് എന്തായാലും ഒരു മനുഷ്യന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും ആ കടുവ ആളെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് വനം വകുപ്പിന് കടക്കേണ്ടി വരുന്നത്. അത് കാണുന്ന മാത്രയിൽ മയക്കുവെടി അല്ലാതെ തന്നെ വെടിവെച്ച് കൊല്ലാൻ ഇനി തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധമായ വിശദമായ വ്യക്തമായ ഒരു വിശദീകരണം നമുക്ക് വനം വകുപ്പിൽ നിന്ന് ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിനിടെ കടുവയ്ക്ക് വെടിയേറ്റതായുള്ള ചില സൂചനകൾ, വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണമുണ്ടോ? ഇപ്പോൾ എവിടെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത്? വനം വകുപ്പിൽ നിന്ന് അത്തരത്തിലൊരു വിശദീകരണം ഉറപ്പായി നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും വളരെ വൈകാതെ തന്നെ കടുവയെ പിടികൂടാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടുവ ആക്രമിച്ചതോടുകൂടി തന്നെ അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവാതിരിക്കാനുള്ള, അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള നടപടികളും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും അതിനിടയിൽ സമാന്തരമായി തന്നെ ഇത്തരം ശ്രമങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ഇപ്പോൾ വനം വകുപ്പിന് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നും മയക്കുവെടി വെടി കൊണ്ടിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കാനാവാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്കത് ഒന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒരല്പസമയത്തിനകം നമുക്കത് സ്ഥിരീകരിക്കാനാകും എന്നാണ്. നമുക്ക് ആരെയെങ്കിലും ഒന്ന് വിളിച്ച് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിക്കേണ്ടതുണ്ട്. വനം വകുപ്പിൽ നിന്ന് ആ ഒരു സ്ഥിരീകരണം നമുക്ക് ഇനിയും ലഭ്യമാകേണ്ടതായി. നമുക്ക് എന്തായാലും അതിലൊരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. നമുക്കൊരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. വിവരം വ്യക്തമായിട്ടില്ല. അവർ അപകടം പറ്റി എന്നുള്ളത് മാത്രമേ നിലവിൽ അറിഞ്ഞുള്ളൂ. അറിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം. അവർ താഴേക്ക് വരുന്നുണ്ട്. അവരെ ഒന്ന് ക്ഷമിച്ചിരിക്കാം. RRT സ്റ്റാഫിനാണ് പറ്റിയിട്ടുള്ളത്. ജയസൂര്യനാണ് പേര് അദ്ദേഹത്തിന്റെ പേര് ജയസൂര്യ എന്നാണ് അറിയുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ്. ഒന്ന് സഹകരിക്കുക. പരിക്കേറ്റതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. എല്ലാവരും സഹകരിക്കണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. അതിനിടെയാണ് നരഭോജി കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ശക്തമായ തിരച്ചിൽ തന്നെയാണ് നരഭോജി കടുവയ്ക്കായി വനംവകുപ്പും ദൌത്യ സംഘാംഗങ്ങളും നടത്തിവരുന്നത്. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ ദൌത്യ സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. RRT അംഗമായ ജയസൂര്യക്കാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അത് രാധയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവ തന്നെയാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ഗുരുതരമായി തന്നെ പരിക്കേറ്റു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ജയസൂര്യ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. 2 ദിവസത്തിനിടെ മനുഷ്യന് നേരെ തന്നെ ആക്രമണം കടുവയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 2 ദിവസം മുൻപാണ്
പഞ്ചാരക്കൊല്ലിയിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ രാധ കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ നരഭോജി കടുവയെ മയക്കി വെച്ച് പിടികൂടുകയോ വെടിവെച്ച് കൊല്ലാനോ ഉള്ള തീരുമാനങ്ങൾ വനം വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. 10 സംഘമായി തിരിഞ്ഞുകൊണ്ടുള്ള ശക്തമായ തെരച്ചിൽ, ഉൾവനത്തിലടക്കം ശക്തമായ തെരച്ചിൽ നടത്തി വരുന്നുണ്ട്. പക്ഷേ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ചില ക്യാമറകളിലൊക്കെ, വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിലൊക്കെ നരഭോജി കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പക്ഷേ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അതിനെ മയക്കി വെടിവെക്കാനോ പിടികൂടാനോ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ദൗത്യ സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. വിവരം വ്യക്തമായിട്ടില്ല. അവർ അപകടം പറ്റി എന്നുള്ളത് മാത്രമേ നിലവിൽ അറിഞ്ഞുള്ളൂ. അറിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം. അവർ താഴേക്ക് വരുന്നുണ്ട്. അവരൊന്ന് ക്ഷമിച്ചിരിക്കാം. RRT സ്റ്റാഫിനാണ് പറ്റിയിട്ടുള്ളത്. ജയസൂര്യ എന്നാണ് പേര് അദ്ദേഹത്തിന്റെ പേര് ജയസൂര്യ എന്നാണ് അറിയുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ്. ഒന്ന് സഹകരിക്കുക. RRT സ്റ്റാഫിനാണ് പരിക്കേറ്റത്, ജയസൂര്യക്കാണ് പരിക്കേറ്റത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. വലിയ ആശങ്കയും ഭീതിയും തന്നെ വയനാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർച്ചയായി വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നു. വളർത്തുമൃഗങ്ങൾക്ക് നേരെയും എന്തിന് മനുഷ്യജീവന് പോലും സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. 3 ദിവസത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ RRT അംഗത്തിന് നേരെയടക്കം കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ കടുവയെ പിടികൂടേണ്ട ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അത് വളരെ പെട്ടെന്ന് നടന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം, ജനകീയ രോഷം തന്നെ ഇവിടെ ഉയർന്നു വരും എന്നതിൽ സംശയമില്ല. രാധ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ ജനകീയ രോഷം നമ്മൾ കണ്ടതാണ്. ജനങ്ങളെല്ലാം തടിച്ചുകൂടിയെത്തി വനം വകുപ്പിന് നേരെയും സർക്കാരിനെതിരെയും തന്നെ പ്രതിഷേധം ഉയർത്തുന്നത് കണ്ടു. നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്നലെ DFI അടക്കം നാട്ടുകാർ തടഞ്ഞത്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് അവരെ അനുനയിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു വിടാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ വീണ്ടും അതിനെ പിടികൂടാൻ കഴിഞ്ഞില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നത് ഉറപ്പാണ്. ഇന്ന് പുലർച്ചെയാണ് RRT അംഗത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായത്. തിരച്ചിലിനിടെ, കടുവയ്ക്കായുള്ള തിരച്ചിലിനിടെ തന്നെയാണ് ആക്രമണം ഉണ്ടായത്. അവിടെ ജനവാസ മേഖലയിൽ തന്നെ പതിഞ്ഞിരിക്കുകയാണ് കടുവ എന്ന് വേണം അനുമാനിക്കാൻ. എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് കടുവയുടെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് നേരെ ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്.